കാര്യം നമ്മൾക്ക് നല്ല മരണത്തിന് വേണ്ടി ഔസേപ്പിതാവിനെ തന്നെയാണല്ലോ നമ്മൾ മധ്യസ്ഥമായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്കെപ്പോഴും ഔസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എന്ന് വെച്ചാൽ ഔസേപ്പിതാവ് ബൈബിളിലൊരു വാക്കുണ്ടേ, ജോസഫിനെ അറിയാത്ത ഒരു അധികാരി വന്നെന്ന്. എന്നിട്ട് ജോസഫ് ജീവിച്ചില്ലേ? അതുപോലെ ഔസേപ്പിതാവ്. ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായൊരു വാക്കാണ്, ഹൃദ്യമല്ല, ഏറെ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പറഞ്ഞ വാക്കാണ് പുറപ്പാട് 1:8. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ കുറിച്ച് അറിവില്ലായിരുന്നു. ഔസേപ്പിതാവിന്റെ ജീവിതം കണ്ടു നോക്കിയാൽ മനസ്സിലാവും, ദൈവത്തിന് ഔസേപ്പിതാവിന് ഒരു അറിവില്ലെന്ന് തോന്നിപ്പോ. യോസഫിനെ അറിയാത്ത അധികാരിയായിട്ട് ദൈവം നിൽക്കണമെന്ന് നമുക്ക് തോന്നിപ്പോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവങ്ങളുണ്ട്. മാതാവ് സന്തോഷം, കർത്താവിൻ്റെ സന്തോഷ ജീവിതം ഓശാന പാടി എതിരേറ്റൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്. ആ വഴികളിൽ ഒളിഞ്ഞും തെറിഞ്ഞും കർത്താവിൻ്റെ യാത്രയിൽ അമ്മ ഉണ്ടായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതും മേരി മാഗ്ഡലിനൊക്കെ സുഗന്ധക്കൂട്ടൊക്കെ വെളുപ്പിനെ മുട്ടും തട്ടും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടിയെടുക്കണതൊക്കെ അമ്മ ഉറക്കത്തിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ ചിരിയുണ്ടായിരുന്നു. കർത്താവ് ഉയർത്തുന്നതിൻ്റെ കാര്യം അമ്മയോടല്ലേ ആദ്യം പറഞ്ഞത്. ആ യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അമ്മയോടല്ലേ മംഗളവാർത്തയിൽ ആദ്യം പറഞ്ഞത്. അപ്പം അമ്മ അത് വിശ്വസിച്ചു എന്നല്ലേ ഉത്സവത്തിലൂടെ പരിശുദ്ധാത്മ പറഞ്ഞത്. കർത്താവിനെ ആലോചിച്ച കാര്യം നിറവേറുന്നു വിശ്വസിച്ച് നീ ഭാഗ്യവതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കർത്താവിന് ഉയർത്തുന്നേപ്പ് അമ്മയെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്ത തന്നെ സംഭവിച്ച കാര്യമാണ്. അത് എനിക്ക് എപ്പോഴും ഈ സ്വപ്നത്തിൽ ഔസേപ്പിതാവിനെ കൊടുത്ത സന്ദേശങ്ങൾ അതായത് വളരെ പരിമിതമാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് പറയും, എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് പോകണമെന്നോ എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് തിരിച്ചു വരണമെന്നോ അതിൻ്റെ ദൈവിക ലക്ഷ്യം എന്താണെന്നോ ഒന്നും പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പോലെ ഔസേപ്പിതാവിനോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മ എല്ലാം അറിയാവുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും അറിയാത്തവനായിരുന്നിട്ട് പോലും അറിയാവുന്ന പോലെ ജീവിച്ചു എന്നുള്ള കാര്യമുണ്ടല്ലോ, ഒരു വല്ലാത്ത സംഭവമാണ്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞില്ലേ എലിസബത്തിലൂടെ, മേരി കർത്താവിനെ അളിച്ചത് കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ, നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞില്ലേ.